ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചൊരു സ്വീറ്റാണ്. സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് അതിനു വേണ്ടി ഒരു 2 ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്ക് ഇതിനകത്തോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള എത്ര ക്യാരറ്റ് വേണമെങ്കിലും ഈ സ്വീറ്റ് തയ്യാറാക്കാം. നല്ലൊരു സ്വീറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ഇങ്ങനെ അരച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് വെള്ളം, ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിലോട്ട് ഒഴിക്കാം. ഇങ്ങനെ അരിച്ചൊഴിച്ചെടുക്കണം. നമ്മുടെ ക്യാരറ്റിൻ്റെ നീരെല്ലാം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതൊരു 3/4 കപ്പ്, 1 കപ്പ് എടുത്തിട്ടില്ല, 3/4 കപ്പ് എടുത്തതേ ഉള്ളൂ. ഇതിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി, നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കണം. സ്പൂണോ വേറെ എന്ത് നമ്മൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഫോർക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാനിതിൽ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചത്. നമ്മൾ അടുപ്പ് വെച്ച് ഇങ്ങനെ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ കട്ടിയായി പോകും. ഇത് അല്ലാതെ നമ്മളിങ്ങനെ ചെയ്താൽ കട്ടിയാവത്തില്ല. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു തവ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് തീ കുറച്ചേ വയ്ക്കാവൂ, കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും. നല്ല ഒരു സ്വീറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ഗസ്റ്റൊക്കെ വന്നാലും കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് ക്യാരറ്റ് വെച്ച്. ഇതിനകത്ത് നമുക്ക് കുറച്ച് മധുരവും കൂടെ ആഡ് ചെയ്യാം. അതിന് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകുമ്പോൾ വേറൊരു കളറായി മാറും. ഇപ്പം നമുക്ക് വേറൊരു കളറാണ്. ചെറുതായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഒരു കളർ മാറും. പഞ്ചസാരയും കൂടി ഇട്ടേല്ലേ. നമ്മുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക.
നല്ലോണം കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. തയ്യാറാക്കുമ്പോൾ തീ കുറച്ച് വെച്ച് നമ്മൾ തയ്യാറാക്കണം. ഇപ്പം നമ്മൾ കളറെല്ലാം വേറൊരു കളറായില്ലേ. അപ്പം നമ്മുടെ സീറ്റിൻ്റെ കളർ വേറൊരു കളറായി. കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കട്ടയായി പോകും. അല്ലെങ്കിൽ അടിക്കിങ്ങനെ അതാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ സീഡ് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകിയാൽ മതി. നമുക്കിത് ചൂടോട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് തന്നെ ഒഴിച്ച് വെക്കണം. ചൂടോടെ തന്നെ, തണുക്കാൻ പാടില്ല. കുറച്ചുകൂടെ ഒന്ന് കുറുകിയാൽ മതി. നമുക്കിത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനൊരു പാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്തോട്ടാണ് ചൂടോടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതൊരു കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു സിറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ കോക്കനട്ടാണ്, നമ്മൾ ഇച്ചിരി വറുത്ത തേങ്ങയാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.